ചട്ടഭേദഗതി ക്രമവൽക്കരണം മാത്രമാക്കി മാറ്റിയ സർക്കാർ കെട്ടിട ഉടമകളിൽ നിന്നും വൻതോതിൽ പണം പിരിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് അതിജീവന പോരാട്ടവേദി ചെയർമാൻ റസാഖ് ചൂരവേലിൽ 2019 സർക്കാർ ഉത്തരവാണ് ജില്ലയിലെ ഭൂരിഭാഗം ഭൂപ്രശ്നങ്ങൾക്കും കാരണം. ഗത്യന്തരമില്ലാതെ ഭൂപതിവ് നിയമ ഭേദഗതിക്ക് സർക്കാർ തയ്യാറായെങ്കിലും പട്ടയഭൂമിയുടെ സ്വതന്ത്ര വിനിയോഗം അനുവദിക്കാതെ ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ രൂക്ഷമാക്കിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേവലം ചട്ടഭേദഗതിയിലൂടെ പരിഹരിക്കാവുന്ന ഒരു വിഷയത്തെ കഴിഞ്ഞ 6-7 വർഷക്കാലമായി വലിയ ഗുരുതരമായ സാമൂഹിക പ്രശ്നമാക്കി ഇവിടെ നിലനിർത്തി ഒട്ടേറെ അഴിമതികൾക്ക് ഇടവരുത്തി എന്നുള്ളതാണ് വസ്തുത. എന്നിട്ട് അവസാനം ക്രമവൽക്കരണം മാത്രമാക്കി ഈ ചട്ടത്തെ കൊണ്ടുവന്നതിലൂടെ ദുരൂഹ അജണ്ട, പണം കൊള്ളയടിക്കാനുള്ള ദുരൂഹ അജണ്ടയാണ് ഇടതുപക്ഷ ഗവൺമെന്റ് നടപ്പാക്കിയിട്ടുള്ളത്. ഇതൊന്നും മലയോര ജനത അംഗീകരിക്കില്ല. കടുത്ത പ്രതികരണങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും. വലിയ നഷ്ടമായിരിക്കും ഇടതുപക്ഷം നാളുകളിൽ അനുഭവിക്കാൻ പോകുന്നത് എന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് നൽകുന്നത്. ഇതിലുള്ള നിയമപരമായ ഈ നീതി നിഷേധത്തിനെതിരെയുള്ള ഭരണഘടനാപരമായി ഞങ്ങളുടെ അവകാശം നിഷേധിച്ചതിനെയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതിയിലും ഞങ്ങൾ സമീപിക്കും. ഈ തെറ്റായ പ്രവണതയെ തിരുത്തുന്നതുവരെയുള്ള അതികടുത്ത പോരാട്ടം മലയോര ജനതയുടെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് കേരളത്തിലെ കർഷക സംഘടന ഭാഗത്തു നിന്നുണ്ടാകും എന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്.